വെൽക്കം ടു ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ആണ്. എ ബിസിനസ് എൻ്റർപ്രൈസ് മേ റിസീവ് എ ക്യാഷ് ഡിസ്കൗണ്ട് ഫ്രം ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ക്രെഡിറ്റേഴ്സിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടാമെന്നുള്ളതാണ് പറയുന്നത്. വൈൽ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദം ഫോർ ദ എമൗണ്ട് ഡ്യൂ ടു ക്രെഡിറ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ദ ഡിസ്കൗണ്ട് മേ ബി റിസീവ്ഡ് ഓൺലി ഇൻ ദ നെക്സ്റ്റ് ഇയർ ഓൺ മേക്കിംഗ് പേയ്മെൻറ്റ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ലഭിക്കാം. നെക്സ്റ്റ് ഇയറിലെ പേയ്മെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ വർഷമേ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ്ലി പ്രൊവിഷൻ ഈസ് മെയ്ഡ് ടു ദിസ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം ഫ്രം ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ ഇയർ. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിന് എന്ത് ചെയ്യാം, പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ്. ദ പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഡിസ്കൗണ്ട് എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ ഫ്രം ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കറണ്ട് ഇയർ ഈസ് നോൺ ആസ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അങ്ങനെ അടുത്ത വർഷത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വർഷം കൊടുക്കാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ്സിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് പറയുന്നത്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവിഷൻ വയ്ക്കാം. അതിൽ അവിടെ നിന്ന് ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ദ പ്രൊവിഷൻ ഈസ് ക്രെഡിറ്റഡ് ടു ദിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ദ സെയിം എമൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ക്രെഡിറ്റേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ പ്രൊവിഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ക്രെഡിറ്റേഴ്സിൽ നിന്നത് കുറയ്ക്കാം, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുകയുമാണ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞേക്കുന്നു, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. സംടൈംസ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദ പ്രൊപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഓണർക്ക് ബിസിനസ് ക്യാപിറ്റലിന് പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. സച്ച് ഇൻട്രസ്റ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ബിസിനസ് ആൻഡ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ബിസിനസ്സും ഓണറും രണ്ട് കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ലയബിൾ ടു ഓണർ. ബിസിനസ് എപ്പോഴും ഓണർക്ക് ലയബിൾ ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്ത് വയ്ക്കുന്നത്. കാരണം ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, ഇൻകമോ ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്, ബിസിനസ് ലയബിൾ ടു ഓണർ. ലയബിൾ ആണ് ആർക്ക്, ഓണർക്ക് ലയബിൾ ആണ്. അപ്പോൾ ഈ ഓണർക്ക് അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റലിന് പലിശ ബിസിനസ് നൽകേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. സച്ച് ഇൻട്രസ്റ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ബിസിനസ്. ഇങ്ങനെ ബിസിനസ് ഓണർക്ക് കൊടുക്കുന്ന പലിശയെ ഇൻട്രസ്റ്റ് ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു, ആൻഡ് ഈസ് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന് എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ഉള്ള കാരണം എക്സ്പെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. The interest on capital is shown on the liability side by adding to the same to capital. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്യാപിറ്റൽ നമുക്കറിയാം ലയബിലിറ്റിയാണ് ക്രെഡിറ്റ്. അപ്പം വീണ്ടും ക്യാപിറ്റൽ കൂടുന്നതിന് വേണ്ടി ക്യാപിറ്റലിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പ്രൊപ്പറേറ്റർ. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഓണർ വിഡ്രോ ചെയ്യാം. അതിനാണല്ലോ നമുക്കറിയാം പേഴ്സണൽ യൂസിനോ ഓൺ യൂസിനോ വേണ്ടി ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഓണർ വിഡ്രോ ചെയ്താൽ അതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സിൽ നിന്ന് ഓണർ വിഡ്രോ ചെയ്ത ക്യാഷിന് ഇൻട്രസ്റ്റ് ബിസിനസ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും, ഓണർ ബിസിനസ്സിന് നൽകേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് എ ഗെയിൻ ടു ദ ബിസിനസ്. ഇത് ബിസിനസ്സിന് ഗെയിനാണ്, നേട്ടമാണ് എന്നാണ് പറയുന്നത്. എൻട്രി വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദ സെയിം എമൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും, ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫോർമാറ്റിൽ വരുന്നത്. നമുക്കറിയാം ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലെസ് ഡ്രോയിങ്സ് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഒന്നുകൂടി പറയാം, ക്യാപിറ്റലിലൂടെ നമ്മൾ ആഡ് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുന്നത് അറിയാം. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലെസ് ഡ്രോയിങ്സ് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയാം.
നമ്മൾ അടുത്ത് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് അണ്ടർ ആൻഡ് ഓവർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്കാണ്. ഇൻ സർട്ടൺ സർക്കംസ്റ്റാൻസസ് ബിസിനസ് കൺസേൺ മേ വാല്യൂ ദിയർ സ്റ്റോക്ക് എയ്തർ അറ്റ് എ ലോവർ വാല്യൂ ഓർ അറ്റ് എ ഹയർ വാല്യൂ. ചില ബിസിനസ് സ്ഥാപനങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ബിസിനസ്സിലുള്ള സ്റ്റോക്ക് കൂടിയ വാല്യൂവിന് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടിയ വാല്യൂ വെച്ച് മാർക്കറ്റിൽ ഉള്ള വാല്യൂവിനേക്കാൾ കൂടിയ തുകയ്ക്ക് നമുക്ക് വാല്യൂ ചെയ്ത് ക്ലോസ് സ്റ്റോക്ക് നമ്മളുണ്ട്, നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ കുറഞ്ഞും വയ്ക്കാം, കുറച്ചും എഴുതി വയ്ക്കാമെന്നാണ് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ ബിസിനസ്സിൽ ഇങ്ങനെ സ്റ്റോക്ക് എടുക്കുമ്പോൾ വാല്യുവേഷൻ എന്ത് ചെയ്യുക, കൂടുകയോ കുറയുകയോ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇൻ സച്ച് എ കേസസ് ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ആൻഡ് ടു ഷോ ദ ആക്ച്വൽ ക്യാപിറ്റൽ. അപ്പം ഇങ്ങനെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് യഥാർത്ഥ പ്രോഫിറ്റും യഥാർത്ഥ ക്യാപിറ്റൽ ആക്ച്വൽ ക്യാപിറ്റലും കിട്ടേണ്ടതുണ്ട്. സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂട്ടുകയോ കുറച്ചോ ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ വാല്യൂ കണ്ടെത്തുന്നതിന് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ബിസിനസ്സിൽ നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. If the stock at the end of the year is undervalued, ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ബിസിനസ്സിൻ്റെ എൻഡിൽ നമ്മൾ അണ്ടർ വാല്യൂ ചെയ്താൽ വയ്ക്കുന്നെങ്കിൽ ദ പ്രോഫിറ്റ് ഓഫ് ദ ഇയർ വിൽ ബി ലെസർ ബൈ ദ എമൗണ്ട് ആൻഡ് കോൺസിക്വൻ്റ്ലി ദ ക്യാപിറ്റൽ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് വിൽ ഓൾസോ ബി ലെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വയ്ക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ബിസിനസ്സിൻ്റെ എൻഡിൽ വാല്യൂ ചെയ്ത് വയ്ക്കുന്നത് കുറഞ്ഞ വാല്യൂ കുറച്ചാണെങ്കിൽ പ്രോഫിറ്റ് ഓഫ് ദ ഇയർ വിൽ ബി ലെസർ ബൈ ദ എമൗണ്ട് ആൻഡ് ദ കോൺസിക്വൻ്റ്ലി ക്യാപിറ്റൽ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് വിൽ ഓൾസോ ബി ലെസ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റും കുറയും, സ്റ്റോക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റും കുറയും, അതേപോലെ തന്നെ ക്യാപിറ്റലും കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ആൻ ഇയർ ബിക്കം ദ ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. നമുക്കറിയാം ഈ വർഷത്തെ ക്ലോസ് സ്റ്റോക്കാണ് അടുത്ത വർഷത്തെ ഓപ്പൺ സ്റ്റോക്കായിട്ട് വരുന്നത്. ഇഫ് ഇൻ ദ സെക്കൻഡ് ഇയർ, അപ്പോൾ ഇങ്ങനെ നമ്മളറിയാം ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പൺ സ്റ്റോക്കായിട്ട് വരും. അപ്പോൾ ഇവിടെ അടുത്ത വർഷം ഇഫ് ഇൻ ദ സെക്കൻഡ് ഇയർ ദ സ്റ്റോക്ക് ഈസ് ടു ബി ഷോൺ അറ്റ് ദ ട്രൂ വാല്യൂ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് യഥാർത്ഥ വാല്യൂ കാണിക്കേണ്ടതായിട്ട് വരുന്നു. ദ അണ്ടർ വാല്യൂഡ് ഫിഗർ ഈസ് ടു ബി ആഡഡ് ടു ദ ഓപ്പൺ സ്റ്റോക്ക് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം നമ്മൾ കുറച്ച വാല്യൂ നമ്മൾ അടുത്ത വെച്ചാൽ ഈ വർഷത്തെ ക്ലോസ് സ്റ്റോക്ക് അടുത്ത വർഷം ഓപ്പൺ സ്റ്റോക്കായി വരുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് ആ ഓപ്പൺ സ്റ്റോക്കിൻ്റെ അണ്ടർ വാല്യൂ ചെയ്ത തുക എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കാണിക്കും, കൂട്ടും പ്ലസ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ദ സെയിം എമൗണ്ട് ഈസ് ടു ബി എയ്തർ ആഡഡ് ടു ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് ദ സെക്കൻഡ് ഇയർ ഓർ ദ സെയിം ഈസ് ടു ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് അണ്ടർ കാസ്റ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതേ എമൗണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ സെക്കൻഡ് ഇയറിൽ സെയിം ഈസ് ടു ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് അണ്ടർ കാസ്റ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ദ ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ആൻ ഇയർ ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ആണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും കേസിൽ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ആൻ ഇയർ ഫൗണ്ട് ഓവർ വാല്യൂഡ് ആണെങ്കിൽ ദ എക്സസ് വാല്യൂ ഓഫ് ഓവർ ദ ആക്ച്വൽ വാല്യൂ ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ആൻ ഇയർ ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഏതെങ്കിലും വർഷത്തെ ഓവർ വാല്യൂഡ് ആണ്. എക്സസ് വാല്യൂ ഓഫ് ദ ആക്ച്വൽ വാല്യൂടെ നമ്മൾ എക്സസ് ആയി വന്നിരിക്കുന്ന തുക നമ്മൾ ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കും. ദ സെയിം എമൗണ്ട് ഈസ് ടു ബി എയ്തർ ഡിഡക്റ്റഡ് ഫ്രം ദ ക്യാപിറ്റൽ, അതേ എമൗണ്ട് തന്നെ ക്യാപിറ്റൽ നമ്മൾ കുറയ്ക്കും. ഓർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഒന്നുകിൽ കുറയ്ക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. എങ്ങനെ, ഓവർ കാസ്റ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും. അടുത്തത് ഇഫ് ദ ക്ലോസ് സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസാണ്. അടുത്ത പറയുന്നത് ക്ലോസ് സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ്. ക്ലോസ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദ എക്സസ് വാല്യൂ മേ ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മുടെ എക്സസ് ആയി വന്ന വാല്യൂ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ആസ് ഓവർ കാസ്റ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് അണ്ടർ വാല്യൂഡ്, ഇത് അണ്ടർ വാല്യൂഡ് ആണെങ്കിൽ ദ എമൗണ്ട് ഓഫ് അണ്ടർ വാല്യുവേഷൻ മേ ബി ക്രെഡിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, അണ്ടർ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ആൻഡ് അണ്ടർ കാസ്റ്റ് ക്ലോസ്. അപ്പോൾ ക്ലോസ് സ്റ്റോക്കിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും കേസിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ. അടുത്തൊരു പ്രോബ്ലമാണ്, ട്രയൽ ബാലൻസ് ടാലിയാണ്. Open stock is found undercast by 10%. Closed stock is valued at 8,750. Provide 5% debtors for bad debt and 2% debtors and creditors for discount. അതായത് ഡെപ്റ്റേഴ്സിന് 5%
പ്രൊവിഷൻ വയ്ക്കണം. 2% ഡെപ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 4ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%, ക്യാപിറ്റൽ 10%, ആൻഡ് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5%. അപ്പോൾ ക്യാപിറ്റലിനും ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടിനും ടിക്കിടുക. അടുത്ത ഡിപ്രീസിയേറ്റ് ഡെലിവറി 20%. ഓക്കെ, ക്ലിയർ. നമുക്കിവിടെ എന്ത് ചെയ്യാം, അഡീഷണൽ ടിക്കറ്റിന് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 10,000 വരും. എങ്ങനെ 10,000 ആണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്ക് നമ്മൾ നോക്കിക്കോണം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് 9,000 ആണ് അല്ലേ. അപ്പോൾ 10,000 വന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ കാസ്റ്റ് ആണ്. കുറച്ച് എഴുതി വെച്ചിരിക്കുകയല്ലേ, 10%. അപ്പോൾ നമുക്കറിയാം 90% ആയിരിക്കും ഈ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 90%. ബട്ട് നമുക്ക് ടോട്ടൽ വാല്യൂ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇത് തിരിച്ച് ഇൻറ്റു ചെയ്താൽ മതിയല്ലോ. അപ്പം 100/90 എത്രയാണ് നമ്മൾ നോക്കുന്നത്, 9,000 ഇൻറ്റു 100/90 തിരിച്ച് കൊടുക്കുന്നു അല്ലേ. റെസിപ്രോക്കൽ കണ്ടു. 9,000 9,000 ഇൻറ്റു 100/90 ആകുമ്പോൾ 10,000 ആണ് നമുക്ക് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ 10,000 എഴുതും. അപ്പോൾ 1000 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ അണ്ടർ വാല്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലായി. 10,000 അടിക്കും. അടുത്ത് നമുക്ക് പർച്ചേസസ് എത്ര ഉണ്ടെന്ന് നോക്കാം. പർച്ചേസസ് 56,500 ഉണ്ടല്ലേ. പർച്ചേസസ് 56,500. 56 അതിൻ്റെ റിട്ടേൺസ് ഉണ്ട്. അപ്പം പർച്ചേസിന് ലെസ് റിട്ടേൺസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. റിട്ടേൺസ് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ക്രെഡിറ്റിലായിരിക്കും വരേണ്ടത്. അതൊക്കെ അറിയാമല്ലോ നമുക്ക്. പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ആണ്, റിട്ടേൺസ് ക്രെഡിറ്റിലുള്ള തുകയാണ് ഉണ്ടല്ലോ. റിട്ടേൺസ് ക്രെഡിറ്റിലുള്ള തുകയാണ് നമ്മൾ എടുക്കുന്നത്. 1,500 കുറച്ച് 55,000 എഴുതും. അടുത്ത നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡെപ്റ്റേഴ്സ്, ലോണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, സ്റ്റോക്ക് ഡെലിവറി ഓൺ ബാങ്ക്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ബാഡ് ഡെപ്റ്റ്, പർച്ചേസ്, റിട്ടേൺസ്, ക്യാരേജ് 5,500. ഓഫീസിൽ ക്യാരേജ് ഉണ്ട്. പക്ഷേ ക്യാരേജ് ഇവിടെ ക്യാരേജ് ഔട്ട്വേഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ. ക്യാരേജ് ഔട്ട്വേഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ, കാരണം അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ക്യാരേജ് പറഞ്ഞ് തന്നിരിക്കുന്നത് ക്യാരേജ് ഔട്ട്വേഡ് ആണേ. തിരുത്തി വായിച്ചോണം. ക്യാരേജ് ഔട്ട്വേഡ് ആണിത്. ഓഫീസ്, അഡ്വർടൈസിങ്, ഡിസ്കൗണ്ട്. ഓക്കെ, വേറെ ഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും ഈ ക്വസ്റ്റ്യനകത്തില്ല. അടുത്തതിന് സെയിൽസ് ആണ്. സെയിൽസ് എത്ര, 1 lakh ഉണ്ട് ക്വസ്റ്റ്യനകത്ത്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് 1 lakh. സെയിൽസ് 1 lakh ആണ്. സെയിൽസ് 8,000 അതിന് റിട്ടേൺ ഉണ്ടല്ലേ. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ റിട്ടേൺ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് ഡെബിറ്റുള്ള റിട്ടേൺ ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് റിട്ടേൺസ് എത്ര, 8,000 അല്ലേ. അപ്പോൾ 8,000 എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ക്ലോസ് സ്റ്റോക്ക് എത്രയാണ്, 8,750. അപ്പോൾ 1,07,50 വരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നു. 55, 10, 65,000 മൈനസ് ചെയ്യുമ്പോൾ 35,750. 35,750 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് അത് ബ്രോഡ് ഓൺ ചെയ്യും. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ 38,980. അതായത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് അവിടെയും വന്നിട്ടുണ്ട്. എനിവേ അത് നോക്കിക്കൊണ്ടാൽ മതി. കറക്റ്റ് നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. അത് അടുത്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാകുമ്പോൾ നോക്കുന്നത് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. അപ്പോൾ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടല്ലോ അല്ലേ. ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിവിടെ ഓഫീസ് എക്സ്പെൻസ്, സാലറി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇതിന് ശേഷം നമുക്കത് ചെയ്താൽ പോരെ. ഉണ്ട്. ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് 15,000 ഉണ്ട്. നമ്മൾ ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് 15,000 എഴുതി. അഡ്വർടൈസിങ് ഉണ്ട് 3,500. അഡ്വർടൈസിങ് 3,500 എഴുതി.
അടുത്തത് ക്യാരേജ് പറയുന്നുണ്ടല്ലേ. ക്യാരേജ് ഉണ്ട്, 5500 എഴുതി. അടുത്ത ഡിസ്കൗണ്ട് ക്രെഡിറ്റിലുണ്ട് 500 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് 500 രൂപ ക്രെഡിറ്റിലായതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതിന് പ്രൊവിഷൻ പറയുന്നുണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ 2% പ്രൊവിഷൻ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എത്രയുണ്ടെന്ന് നോക്കണം. ക്രെഡിറ്റേഴ്സ് എത്ര? 10500 ആണല്ലേ. 10500ൻ്റെ 2% എത്രയാണെന്ന് നോക്കണം. 10500ൻ്റെ 2% എവിടെ പറയുന്നുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ടല്ലേ. 2% ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. 10500ൻ്റെ 2% ആണ് എത്ര വരുന്നത്? 210. 710 നമ്മൾ ഔട്ടറിൽ എഴുതുന്നു. ഇവിടെ ഇത് ബിൽസുകളുണ്ട്. റെൻറ്റ് 3400 എക്സ്പെൻസാണ്. റെൻറ്റ് 3400 എക്സ്പെൻസായിട്ട് എഴുതുന്നു. റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് ഇൻകമാണ്. റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് ഇൻകമാണ് 300 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി നമുക്കറിയാം ക്യാപിറ്റലിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ക്യാപിറ്റലിൽ എത്ര ശതമാനമാണ് പറഞ്ഞേക്കുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10% ആണ്, 10%. അപ്പോൾ ക്യാപിറ്റൽ എത്ര ഉണ്ട് ഇവിടെ? ക്യാപിറ്റൽ 30,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ 10% 3000 വരും അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞ് 3000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. പി ആൻഡ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3000 രൂപ. ക്ലിയർ ആയല്ലോ. അത് അതേപോലെ തന്നെ ഡ്രോയിങ്സിനും ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5% ആണ്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ എത്ര ഉണ്ടെന്ന് നോക്കണം. ഡ്രോയിങ്സ് ഇവിടെ 5000 ആണ്. 5000ൻ്റെ 5%. ഇപ്പോൾ 250 രൂപ വരും അല്ലേ. 250 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നു. ലോൺ വേണ്ട. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടല്ലോ 200 രൂപ. അത് നമുക്ക് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എക്സ്പെൻസായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവും 200 രൂപ. ക്യാഷ് വേണ്ട. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം ബാഡ് ഡെപ്റ്റ് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ബാഡ് ഡെപ്റ്റ് എത്രയാണ് ഇവിടെ ഉള്ളത്? ബാഡ് ഡെപ്റ്റ് 600. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് 5% ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് 5% നമുക്ക് കാണണ്ടേ. അപ്പോൾ ബാഡ് ഡെപ്റ്റ് 600 ഇന്നറിൽ എഴുതി. അപ്പോൾ ഡെപ്റ്റേഴ്സ് എത്രയുണ്ടെന്ന് നോക്കുക. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 20,000 ആണ്. 20,000ൻ്റെ 5%. ഇപ്പോൾ 20,000ൻ്റെ 5% നമുക്കറിയാം 1,000 കൂടെ വരും. 1,000 ആഡ് ചെയ്ത് 1,600 ഇന്നറിൽ എഴുതി. ഇതിനകത്ത് നമുക്ക് ഓൾഡ് പ്രൊവിഷൻ ഉണ്ട്. ഓൾഡ് പ്രൊവിഷൻ എന്തുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം? ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടല്ലേ. ട്രയൽ ബാലൻസിനകത്ത് തരുന്നതാണ് നമ്മൾ ഓൾഡ് പ്രൊവിഷൻ അറിയപ്പെടുന്നത്. ഓൾഡ് പ്രൊവിഷൻ എത്രയാണ്? 700 നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് ഔട്ടറിൽ എഴുതുന്നു. ക്യാഷ് പ്രൊവിഷന് ബാങ്ക് വേണ്ട. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്. ബാഡ് ഡെപ്റ്റ് നമ്മളെടുത്തു. പർച്ചേസ് ആൻഡ് സെയിൽ കൺസിഡർ, റിട്ടേൺ, ക്യാരേജ്, ഓഫീസ് അഡ്വർടൈസ്, ഡിസ്കൗണ്ട്, ബിൽസുകൾ, റെൻറ്റ് ഫ്രം സബ്ലിമിറ്റി. ഇനി നമുക്ക് വരുന്നത് ഡിപ്രീസിയേഷൻ ആണുള്ളത്. ഡിപ്രീസിയേറ്റ് ഡെലിവറി വാൻ 20%. ഇവിടെ നമ്മൾ ക്വസ്റ്റിനകത്ത് ഡെലിവറി വാൻ തന്നിട്ടുണ്ട്. അതിന് 20% എത്രയാണ്? 10,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ 2,000 വരും. ഡിപ്രീസിയേഷൻ ഓൺ ഡെലിവറി വാൻ 2,000. ക്ലിയർ ആയല്ലോ. പിയാനെ കൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടി നിൽക്കുന്നത്. 40,210 വരുന്നു. 40,210 രണ്ട് സൈഡിൽ എഴുതുന്നു. അതിന് നമ്മൾ 15,000, 5,500, 3,500, 3,400, 200, 900 പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മളോട് പറഞ്ഞില്ല, അത് പറയാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഡെപ്റ്റേഴ്സ് എത്ര? 20,000. അപ്പോൾ 20,000ൽ നിന്ന് 1,000 നമ്മൾ എന്ത് ചെയ്തു? കുറയ്ക്കണം. അതായത് 1,000 പ്രൊവിഷൻ പോയെന്ന് പറയുന്നുണ്ടല്ലോ ക്വസ്റ്റിനകത്ത്. പ്രൊവിഷന് 1,000 പോകും. അപ്പോൾ ബാക്കി 19,000 ആണ്. അപ്പോൾ 19,000 2% 2% ആണെന്ന് പറയുന്നുണ്ട്. 2% ഡെപ്റ്റേഴ്സ് പറയുന്നുണ്ട് അല്ലേ.
ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ 19,000-ന് 2% ആണ് എന്ത് വന്നിരിക്കുന്നത്, 380 വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. 380 രൂപ എന്ന് പറയുന്നത് 19,000-ൻ്റെ 2% ഈ 380 രൂപ വന്നത്. പിന്നെ ഡിപ്രീസിയേഷൻ ഡെലിവറി വാൻ 2000, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 3130 നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അത് നമുക്കിനി ബാലൻസ് ഷീറ്റാണ്. നമ്മൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 30th June 2014 ബന്ധം ചെയ്യുന്നു. ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റലാണല്ലേ. ക്യാപിറ്റൽ 30,000 ഇന്നറിൽ എഴുതുന്നു. അതിൻ്റെ കൂടെ ആഡ് അണ്ടർകാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. 1,000 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് 1000 രൂപ നമ്മൾ 9,000 ഉള്ള സ്റ്റോക്ക് നമുക്ക് 10,000 എഴുതില്ല. അപ്പോൾ അത് ആഡ് ചെയ്യണം. 1000 രൂപ അത് ആഡ് ചെയ്തു. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 3,000 ക്വസ്റ്റിന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആൻസർ ചെയ്തിട്ടുണ്ട്. പി എൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്പറുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നില്ല 3,000 റുപ്പീസ് നടക്കുന്നത്, അത് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്തു. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് 3,130 ഉണ്ടല്ലോ, 3,130 രൂപ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതും ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ആഡ് ചെയ്ത് ഇന്നലെ തന്നെ എഴുതണം, കാരണം ഡ്രോയിങ്സ് ഉണ്ട്, അത് കുറയ്ക്കണം. അപ്പോൾ 37,130 അതിൽ നിന്ന് ലെസ് ഡ്രോയിങ്സ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഡ്രോയിങ്സ് 5,000. അപ്പോൾ ഡ്രോയിങ്സ് 5,000 കുറയ്ക്കുന്നു. അപ്പോൾ ഡ്രോയിങ്സ് 5,000 കുറയ്ക്കുന്നു. അതിൽ നിന്ന് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250. 5,000 കുറയ്ക്കുന്നു. 32,130 ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ പി എൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലുണ്ട് അല്ലേ. 250 കുറച്ച് ഔട്ടറിൽ 31,830 31,880 നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ടറിൽ എഴുതുന്നു. ക്ലിയർ. അടുത്ത ഐറ്റം, അടുത്ത ക്യാപിറ്റൽ ഡ്രോയിങ്സ് നമ്മൾ എടുത്തു. അടുത്ത ഡെപ്റ്റേഴ്സ് 20,000. ഡെപ്റ്റേഴ്സ് 20,000 അസറ്റ് അല്ലേ. ഡെപ്റ്റേഴ്സ് 20,000 അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് 20,000 രൂപ. അതിൻ്റെ 5% പ്രൊവിഷൻ നമ്മൾ 1000 രൂപ കുറച്ച് 19,000. അതിൽ തന്നെ 2% പ്രൊവിഷനുണ്ട്. അപ്പോൾ 380 രൂപ കുറച്ച് 18,620 ഔട്ടറിൽ എഴുതും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എത്രയാണ്, 10,500 ആണ്, 1,500 ആണ് അല്ലേ. 1,500 ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതിയതിന് ശേഷം അതിനും എന്തുണ്ട്, പ്രൊവിഷൻ പറയുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് നമ്മൾ 1,500-ൻ്റെ 210 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പി എൽ അക്കൗണ്ട്. 1,500-ൽ 210 കുറച്ച് 10,290 നമ്മൾ ഔട്ടറിൽ എഴുതും. അടുത്ത ലോൺ ലൈബിലിറ്റി അല്ലേ, 9,500 ലൈബിലിറ്റി സെൽ എഴുതുന്നു. ലോൺ 9,500. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ എടുത്തായിരുന്നല്ലോ അവിടെ, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എടുത്തതാണ്, അത് എടുക്കണ്ട. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പി എൽ അക്കൗണ്ട് എടുത്തു. അടുത്ത ക്യാഷ് അസറ്റ് ആണല്ലോ, 2,000 ക്യാഷ് 2,000 അസറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ എടുത്തതാണ്, സ്റ്റോക്ക് എടുത്തു. ഡെലിവറി വാൻ അസറ്റാണ് 10,000. അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഡെലിവറി വാൻ 10,000, അതിൻ്റെ ഡിപ്രീസിയേഷൻ 20%, 2,000 രൂപ കുറച്ച് 8,000 ഔട്ടിൽ എഴുതും. അടുത്ത ബാങ്ക് അസറ്റാണ്. എത്രയാണ് ബാങ്ക് പറഞ്ഞേക്കുന്നത്, 500 അസറ്റ്. ക്യാഷ് അറ്റ് ബാങ്ക് 500 അസറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 9,800 അസറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 9,800 അസറ്റ്. ഓക്കെ, ക്ലിയർ. ബാഡ് ഡെപ്റ്റ് എടുത്തു. പർച്ചേസ് ആൻഡ് സെയിൽ, റിട്ടേൺസ്, ക്യാരേജ്, ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ്, അഡ്വർടൈസിങ് വേണ്ട, ഡിസ്കൗണ്ട് വേണ്ട. ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. അപ്പോൾ ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾ 6,000 അസറ്റും ബിൽസ് പേയബിൾ 2,000 ലൈബിലിറ്റി ആയിരിക്കും. ബിൽസ് റിസീവബിൾ 6,000 അസറ്റ്, ബിൽസ് പേയബിൾ 2,000 ലൈബിലിറ്റി. റെൻറ്റ് വേണ്ട, റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് വേണ്ട. അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 10% നമ്മളെടുത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ നമ്മൾ ആദ്യം തന്നെ 1000 രൂപ ക്യാപിറ്റലോട് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് അല്ലേ, 8,750 രൂപ അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക്
8750 രൂപ അസറ്റ്. അടുത്ത പ്രൊവൈഡ് 5% ഡെപ്റ്റേഴ്സ് നമ്മളെടുത്തു. ഡെപ്റ്റേഴ്സ് 2% നമ്മൾ ഡെപ്റ്റേഴ്സിന് കുറച്ചിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിനും കുറച്ചിട്ടുണ്ട്. അടുത്ത പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നമ്മൾ ക്യാപിറ്റലിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനകത്ത് നമ്മളിവിടെ ക്യാപിറ്റലിലൂടെ തന്നെ ലെസ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ, ഡെലിവറി ബാക്ക്. ഓക്കെ, കംപ്ലീറ്റ് ആയി. എല്ലാ ഐറ്റവും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായിരിക്കാം? ട്രയൽ ബാലൻസ് ഷീറ്റ് ടാലിയാണ്. ക്ലിയർ ആണല്ലോ? ബാലൻസ് ഷീറ്റ് 53,670 ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ്, ഈ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതെല്ലാം ബാഡ് ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. കാരണം ബികോംകാരനും +2-നും ഒക്കെ നല്ല രീതിയിൽ ആ ഒരു മേഖലയിൽ നിന്നായിരിക്കും നമ്മളെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇത് നന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ആദ്യം കണ്ടു നോക്കുക. കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ എഴുതിയെടുത്തതിന് ശേഷം സ്വന്തമായി ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യും, വ്യക്തമാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.